നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ 26/11/2025 ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ 25-ാം തീയതിക്ക് മുൻപായി ഫോണിൽ ബന്ധപ്പെടുക. പരിശീലന ഫീസ് 550 രൂപ. ഫോൺ നമ്പർ 8547070773. റബ്ബർ ഉത്പാദക സംഘങ്ങൾ സ്പ്രെയർ, ഡസ്റ്റർ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 നവംബർ 28 നീട്ടിയിട്ടുണ്ട്. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിലോ ഫീൽഡ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുക. www.rubberboard.gov.in എന്ന റബ്ബർ ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. കാർഷിക നിർദ്ദേശം: ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വേനൽക്കാല പച്ചക്കറികൾ കൃഷി ചെയ്യാം. മുളക്, തക്കാളി, വഴുതന എന്നിവയിൽ സാധാരണ കാണുന്ന വാട്ടരോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് നിലമൊരുക്കുന്ന സമയത്ത് തന്നെ സെന്റൊന്നിന് 2.5 കിലോഗ്രാം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. ഒപ്പം മണ്ണിന്റെ നീർവാർച്ച ഉറപ്പുവരുത്തുകയും വേണം. നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകൾ, ശൽക്ക കീടങ്ങൾ, മീലിമുട്ടകൾ എന്നിവയ്ക്കെതിരെ വെർട്ടിസീലിയം എന്ന ജീവാണു കൾച്ചറും കായ്ത്തുരപ്പൻ പുഴു, തണ്ടുതുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ ബ്യുവേറിയ എന്ന ജീവാണു കൾച്ചറും 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിക്കാവുന്നതാണ്. സ്യൂഡോമോണാസ് എന്ന ജീവാണു കൾച്ചറിന്റെ പ്രയോഗം വഴി രോഗങ്ങൾക്കെതിരെ പ്രതിരോധം ഉണ്ടാവുന്നതാണ്. ക്യാബേജ്, കോളിഫ്ലവർ തൈകൾക്ക് വളം ചെയ്യേണ്ട സമയമാണിത്. 1 സെന്റിന് 1.25 കിലോഗ്രാം യൂറിയ, 800 ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ കലർത്തി ചെടിയൊന്നിന് 15 മുതൽ 20 ഗ്രാം നൽകണം. കൂടാതെ ഇലതീനി പുഴുക്കൾ വരാതിരിക്കാനുള്ള മുൻകരുതലായി ബ്യുവേറിയ എന്ന കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ്. കുരുമുളകിൽ മാറി മാറി വരുന്ന വെള്ളക്കെട്ടും തുടർന്നുള്ള വരൾച്ചയും മൂലം മഞ്ഞളിപ്പ് ബാധിക്കാനിടയുണ്ട്. 2 ഗ്രാം കൊസൈറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി മഞ്ഞളിപ്പ് ബാധിച്ച ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. തുടർന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.